ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ നമ്മുടെ ട്രഷർ ലിങ്കിൻ്റെ കുറച്ച് ഫ്രീ സ്പിൻസ് ഇപ്പോൾ തന്നെ കറക്കുകയാണ്. സംഭവമൊന്നുമില്ല, വെച്ചിട്ട് കറക്കാൻ മാത്രം ഹൈപ്പുള്ള പാക്കൊന്നും ഇല്ലത്. ഞാൻ ട്രഷർ ലിങ്ക് സെറ്റ് ചെയ്ത് തന്നെ കാണാൻ പറ്റുമെന്ന് കാണിച്ചിട്ടേ. എനിക്ക് കിട്ടിയ ട്രഷർ പറഞ്ഞാൽ ഇതായിരുന്നു. 4 ഫ്രീ സ്പിന്നും ബാക്കി കുറച്ച് 50 കോയിൻസാണുള്ളത്. പിന്നെ ലൈൻ റിവാർഡ്സ് ആയിട്ട് ബാക്കിയുള്ള 8 സാധനങ്ങളുണ്ട്. 8 ഫ്രീ സ്പിൻ ഉണ്ടായിരുന്നു. അപ്പോൾ 12 ഫ്രീ സ്പിന്നും 50 കോയിൻസ് ഉള്ളായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് കളിച്ചപ്പം ഈ ഫുള്ള് കോയിൻസ് ഉള്ള സാധനം കിട്ടി. അതിനകത്താണെങ്കിൽ 100 കോയിൻസും 8 ഫ്രീ സ്പിൻസാണ് ഇപ്പോൾ ടോട്ടൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് എടുത്ത് വെച്ചാണ് ഞാൻ ഉള്ള 2 സ്ലോട്ട് ബാക്കിയുണ്ടല്ലോ, അതിലും ഇതേ ഫുൾ കോയിനുള്ള സാധനങ്ങൾ മാത്രമേ അക്വയർ ചെയ്യുള്ളൂ. കാരണം എനിക്ക് ഫ്രീ സ്പിൻ ആരും വേണമെന്നില്ല, കിട്ടിയാൽ ഓക്കെ എന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്ലേസിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയാനുണ്ട്, കാണിച്ചിട്ടോ. എൻ്റെ 20 ഫ്രീ സ്പിന്നാണ് ടോട്ടൽ നമുക്കുള്ളത്. അപ്പം ഇത് 500 ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ടേ കുറച്ച് വെച്ചൊക്കെയാണ് കോയിനൊക്കെ. 260 കോയിനായി. ട്രഷർ ലിങ്ക് എല്ലാ സ്ലോട്ടും കോയിൻ ആക്കിയാൽ ഒരു 10-700 കോയിൻ ഈ പാക്ക് പോകുന്നതിന് വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഡിസ്കൗണ്ട് അടക്കം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വെച്ചാണ് കേട്ടോ. അടുത്ത തിങ്കളാഴ്ച ആകുമ്പോൾ ഏകദേശം വ്യാഴാഴ്ച ഒക്കെ നമുക്ക് കറക്കാൻ പറ്റുമായിരിക്കും. എന്തായാലും ഇതിലുള്ള പ്ലേസിനെ പറ്റി പറയുകയാണെങ്കിൽ പാർക്ക് ഓഫ് വെസ്റ്റൻ കിട്ടിയാൽ ഓക്കെയാണ്. എൻ്റെ ഉള്ള വെസ്റ്റനൊക്കെ സ്പീഡും ആക്സലേഷനും ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ കിട്ടിയാൽ ഓക്കെയാണ്. കാലസ്പികൾ ഒരിക്കലും വേണ്ട. നല്ലൊരു പേഡ് കാർഡ് ഉണ്ട്, നല്ല 2 സ്കില്ലൊക്കെ വെച്ചിട്ടുള്ള സാധനമുണ്ട്. റീഫണ്ടിന് കിട്ടിയാൽ നല്ലതാണ്, നല്ലൊരു ബിൽഡപ്പ് സി ആണ്. സ്നൈഡർ ഒരിക്കലും വേണ്ട, കൊള്ളർ കിട്ടിയാൽ കൊള്ളാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്ലേയേഴ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമുക്ക് സമയം കളയേണ്ട സ്പിൻ എടുക്കാം. ആദ്യത്തെ 10 സ്പിൻ നമുക്ക് സിംഗിൾ സ്പിൻ എടുക്കാം, ലാസ്റ്റത്തെ നമുക്ക് ഒറ്റയടിക്ക് കൊടുക്കാം. ആദ്യത്തിൽ ആരുമില്ല. ഇതിലിപ്പം 250 പ്ലേയേഴ്സും ഉണ്ട്, 5 എപ്പിക്കും ഉള്ളൂ. അത് ഊള എപ്പിക്കുമാണ് ഉള്ള പുറത്തൊക്കെ. അപ്പോൾ അതന്നെ LWF ഒന്ന് ഇതിൽ റിയൂസ് ഉണ്ടല്ലേ. റിയൂസ് ഇതിലല്ലേനോ? അല്ല സോറി, റിയൂസ് ഇതിലല്ല, എല്ലാം കൂടെ ക്ലാസ്സാണ്. റിയൂസ് മറ്റേ സാധനത്തിലാണ്, എന്തായാലും അഗ്വറിൻ്റെ ബാക്കിലല്ല. അടുത്ത സ്പിൻ അതിലും ആരുമില്ല. എന്തായാലും ഇങ്ങനത്തെ തീരാനാണ് സാധ്യത കൂടുതൽ. CMF ആരുമില്ല. അടുത്ത സ്പിൻ എടുക്കാം. ഇതിൻ്റെ വ്യത്യാസ കാര്യമൊന്നുമില്ല, 2 10 കൊടുത്ത് വെച്ചാൽ ചെയ്യുന്നു. എന്തിനപ്പത്? RWF ആരുമില്ല. നെക്സ്റ്റ് കുറേ ബേസായി അനുഭവം. മറ്റേ സ്കിൽ ട്രെയിനിങ് ഒക്കെ ചെയ്യുമ്പോൾ സുഖമായി. ഫ്ലെയർ ഫ്യൂഷൻ ചെയ്യുമ്പോൾ ആരൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അടുത്ത് RWF, പിന്നെ ആരുമില്ല. എന്തോരം പൈസ ഇഷ്ട. അടുത്ത് അപ്പോൾ ഇതുകൂടെ നമുക്ക് 10 ഒറ്റടിക്ക് കൊടുക്കാം, എന്നാൽ കഴിഞ്ഞിട്ട് പരിപാടി. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 കുറച്ച് 16 സ്പിൻ ഉണ്ടാവും എൻ്റെ ഒരു കണക്കൂട്ടിലനുസരിച്ച്, ആ ഫുള്ള് കോയിനുള്ള സാധനം എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിലൊക്കെ പ്ലെയർ ഹൈലൈറ്റ് പോലും കിട്ടിയിട്ടില്ല കേട്ടോ. അടുത്ത ഒരു 10 സ്പിന് കൊടുക്കാം. ഒറ്റയടിക്ക് എടുക്കുമ്പോൾ ലക്ക് കൂടെ നോക്കാം. എന്തായാലും 10 സ്പിന് കൊടുത്തിട്ടുണ്ട്. നോക്കട്ടെ, അല്ല ഒരു തേങ്ങയില്ല. അപ്പോൾ കുഴപ്പമില്ല, അടുത്ത ആഴ്ച പിന്നെയും കറക്കാം. കിട്ടിയില്ലെങ്കിലും സീനൊന്നുമില്ല. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പെട്ടെന്നേ വേറെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഇതിലുള്ള പ്ലേയേഴ്സിൻ്റെ കുറച്ചുകൂടി റിവ്യൂ പറഞ്ഞുതരാം. ഇതിൻ്റെ റിവ്യൂ അല്ല, ഒരു ഓവർവ്യൂ പോലെ കണ്ടാൽ മതി കേട്ടോ. ഈ ഒരു ലെജൻഡ് അസംബിൾ പാക്കിലുള്ള പ്ലേയേഴ്സിൻ്റെ ഇപ്പോൾ ബെർക്കാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബെർക്കാമിനെ ഞാൻ കളിപ്പിച്ചു. ബെർക്കാം ആക്ച്വലി നിങ്ങൾ ഡ്രിബിൾ ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ബട്ട് എന്താ പറയുക, സ്പീഡും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇപ്പോഴത്തെ ഗെയിം പ്ലേ സ്പീഡ് ഭയങ്കര ഇമ്പോർട്ടൻസാണ്. അത് AMF ആണെങ്കിലും വിങ് പ്ലേയേഴ്സ് ആണെങ്കിലും. അപ്പം പുള്ളിക്ക് സ്പീഡ് കുറവാണെങ്കിലും പിടിക്കുന്നുണ്ട്. പക്ഷേ ഡ്രിബിളിങ് ഒരു രക്ഷയില്ല. ഡ്രിബിളിങ് ആണെങ്കിൽ സ്മൂത്തായിട്ട് സ്കില്ലില്ലാണ്ട് തന്നെ ജോയ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ കൺട്രോൾ ചെയ്ത് കളിപ്പിക്കാൻ പറ്റും. നല്ല കിടിലൻ അടിയാണ് പുള്ളിയുടെ. അപ്പോൾ 2 കാലം വെച്ച് അടിക്കും. അതാണ് ഒരു ക്യാപ്സൂൾ പോലെ പറയുള്ളത്. ഞാൻ റിവ്യൂ ആയിട്ട് എടുത്തിട്ടില്ല, അത്ര മാച്ചസ് കളിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ മെയിൻ സ്കോഡിൽ കളിപ്പിക്കുമല്ലോ പുള്ളിനെ, അതുകൊണ്ടാണ്. പിന്നെ വെയിൻറൂണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വെയിൻറൂണി അക്വയറാണ് ഇതിൽ വർത്ത് എന്ന് ഞാൻ പറയാനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഒരു ഫ്രീ. നമുക്ക് ഒരു പ്ലെയറിനിപ്പോൾ ഒരു പ്ലേയിങ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ പ്ലെയറിന് ഫില്ല് ചെയ്യണേ മാത്രം എടുക്കാൻ പറ്റുന്ന പ്ലേയേഴ്സാണ് ബാക്കിയുള്ളതൊക്കെ. അഗ്വേറോ ആൻഡ് റോണി 2 സ്കില്ല് വെച്ച്, അതും കിടില 2 സ്കില്ലാണ്. ഫിനിഷിങ്ങും അതുപോലെ വിൽ പവർ വെച്ചാണ് റോണി വരുന്നത്. സെർജിയോ ബിൽസ് കേളറും പോലെ തന്നെ അത് ലോ സ്ക്രീമറൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. അത് പുസ്കാസിന് മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട് ഒരു അറിവിൽ ഈ ഫുട്ബോൾ ഹിസ്റ്ററിയിൽ. പുള്ളിൻ്റെ സ്റ്റാറ്റ്സ് ആണെങ്കിൽ അത്രയും ടോപ്പാണ്. അതുപോലെ റോഡിൻ്റെ അതുപോലെ തന്നെയാണ്. സ്കോൾസ് കൊള്ളാം. അതുപോലെ റൈക്കാർഡ് ആങ്കർമാനോട് പലരും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മസാരോ ഹെഡ് ചെയ്യാനൊക്കെ കൊള്ളാം കേട്ടോ. റിയൂസിൻ്റെ ഒരു ടാർഗറ്റ് ആയിരുന്നു.
ബട്ട് അഗ്വറോ വന്നതിന് ശേഷം ടാർഗറ്റ് മാറ്റി. റീവ്സ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ്. സ്റ്റാറ്റ്സ് ടോപ്പ് നോച്ച് ഒന്നുമല്ല. റിക്വസ്റ്റ് ഓക്കെയാണ്, പക്ഷേ ഈ കാർഡ് അത്ര പോരാടാ. ഭയങ്കര ഒരു ലോ എക്സ്പെക്റ്റേഷന് വെച്ചാൽ മതി. ഓനെ ആക്ച്വലി നല്ല പ്ലെയർ ആണ് കേട്ടോ. നിങ്ങൾ ഹോൾ പ്ലെയർ പ്ലേയിങ് സ്റ്റൈലാണ് കളിപ്പിച്ചൊക്കെ അറിയാം, പക്ഷേ മീൻ മെറ്റീരിയൽ ആയതുകൊണ്ട് അതൊക്കെ കളിപ്പിക്കില്ല, കളിയാക്കുന്നുള്ളൂ. ആക്ച്വലി പുള്ളീൻ്റെ കാർഡ് നൈസാണ്. പാസിങ്ങും ഡ്രിബിളിങ്ങും ഒക്കെ അടിപൊളിയാണ്. ബൊമ്മൽ ഒരു ആങ്കർമാൻ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു റൈറ്റ് കാർഡൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാർഡ് തന്നെയാണ് വാൻ ബൊമ്മൽ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കാർഡ് തന്നെയാണ്. ഫിസിക്കൽ കോണ്ടാക്ട് കുറച്ച് കൂട്ടിയിട്ട് നിങ്ങൾ പ്രൊഫഷൻ ചെയ്താൽ മതി. എനിക്ക് ഓൾറെഡി 2 ആങ്കർമാൻ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് എടുക്കാത്ത. സീമാൻ നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും, കാരണം 193 ഹൈറ്റൊക്കെ വരുന്നുണ്ട് പുള്ളിക്ക്. അത്യാവശ്യം കവറേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സീമാൻ. പോരാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലീഗ് ഇവൻ്റ് എല്ലാം കൂടെ ഇംഗ്ലണ്ട് മറ്റേ നാഷൻസ് ലീഗൊക്കെ വരുമല്ലോ. നാഷൻസ് ലീഗ് പറയുമ്പോൾ ഇതിലെ പേരായിട്ട് പറഞ്ഞത്, അപ്പോൾ അതിലൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഒരു ഓവർ വ്യൂ ചെയ്തിട്ട് പറയാനുള്ളത്. നമ്മൾക്ക് ഡിസ്കൗണ്ട് വന്നാൽ ഇതിലൊന്നും പറയാനില്ല. ഇതിൽ ആരെങ്കിലും കിട്ടിയാൽ അതായിരുന്നു. അഫ്കോഴ്സ് ബിഗ് ടൈമാണ് എൻ്റെ ടാർഗറ്റ് എല്ലാവരും പോലെ 2 പ്ലേയേഴ്സ്. ഇനി അല്ലെങ്കിൽ നെയ്മർ ഓർ ന്യൂവർ. എനിക്ക് മോഡ്രിച്ചും വേണ്ട, അതുപോലെ ഹാമിസ് റോഡ്രിഗസും വേണ്ട, ഡെബ്രൂനും വേണ്ട. ബാക്കി ആരെ കിട്ടിയാലും ഓക്കെയാണ്. ഞാൻ 500 കോയിൻ ആവട്ടെ. ആക്ച്വലി പറയുകയാണെങ്കിൽ ഈ ഒരു ഫുള്ള് കോയിലുള്ള ട്രഷർ കുറച്ചുകൂടെ ആവശ്യമുണ്ട്. ഞാൻ കളിച്ചിട്ടേ ആൾക്കാരുടെ അടുത്തില്ല, സാധനം റയറാണ്. ഫുള്ള് ഗിഫ്റ്റ് ബോക്സ് ഉള്ള സാധനം സ്പെഷ്യൽ ട്രഷർ കിട്ടുന്നുണ്ട്. ഈ കോയിൻ ഫുള്ളുള്ള കിട്ടുന്നില്ല. ഇതന്നെ എൻ്റെ ഫ്രണ്ട് എന്തോ ലക്കിന് കിട്ടിയതാണ്. അപ്പോൾ ഇത് ആരത്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്, എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ വീഡിയോ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.